ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ CPM സഹയാത്രികനായ ഹസ്കറിന് പോലും ദഹിക്കാത്ത രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്, സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണല്ലോ. എങ്ങനെയാണ് ഈ ആരോപണത്തെ അങ്ങ് കാണുന്നത്? കുറേ കാലമായാലും ഈ പുനർജനി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ചില പ്രത്യേക ഘട്ടങ്ങളിൽ പുനർജനി വീണ്ടും ഉയർന്നു വരും, അങ്ങനെ പിന്നീട് അത് അമർന്നു പോകും. ഒരു ഘട്ടത്തിൽ ED വന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് അഡ്വക്കേറ്റ് BN ഹസ്കർ, നമ്മൾ ഒരുമിച്ച് എത്രയോ ചർച്ചകളിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇത്തരം ആർജവമുള്ളൊരു നിലപാട് സ്വീകരിച്ചതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കാനാണ് ഞാൻ എൻ്റെ ആദ്യ വാക്കുകൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിലപാട് അഭിനന്ദനാർഹമാണ്. അതായത് പാർട്ടിയുടെ സഹയാത്രികനാണ്, പാർട്ടിയെ പല ഘട്ടങ്ങളിലും ശക്തമായി ന്യായീകരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടിനെ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം ഇത്തരം ഒരു ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട ഒരു സാധനമൊന്നും അല്ല ഈ CBI അന്വേഷണം. മാത്രമല്ല, CBI അന്വേഷണത്തെ കുറിച്ച് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാടുകൾ അഡ്വക്കേറ്റ് ഹസ്കർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതല്ല ഇടതുപക്ഷം കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ 40-ാം മണിക്കൂറിൽ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് CBI അന്വേഷണത്തിന് വേണ്ടി ഒരു ശുപാർശ വന്നാൽ തന്നെ ആ ശുപാർശ അംഗീകരിച്ച് ഇടതുപക്ഷം ആ ഒരു രീതി സ്വീകരിക്കുന്നത് ഒരിക്കലും രാഷ്ട്രീയമായി ശരിയല്ല, ധാർമ്മികമായി ശരിയല്ല, ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാടുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന് പറയാൻ തന്റെ ഇടം കാണിച്ച ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു ആത്മവിശ്വാസവും കാണിച്ച ഹസ്കറിന് ഹാറ്റ്സ് ഓഫ്. പിന്നെ സ്മൃതി ചോദിച്ച ചോദ്യം, അതായത് നമുക്കറിയാം ഈ വിഷയം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. രണ്ട് രീതിയിൽ ഇതിനെ കാണേണ്ടതുണ്ട്. ഒന്ന്, ഒരു വിഷയത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ ആദ്യം കാണേണ്ടത് ആ വിഷയത്തിന്റെ ഒരു പ്രസക്തിയാണ്. അതായത് കേരളം അന്നോളം സാക്ഷ്യം വഹിക്കാത്ത അതിഭയങ്കരമായ ഒരു പ്രളയത്തിന്റെ കെടുതി അനുഭവിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കെടുതി നേരിടേണ്ടി വന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്, ഒരു നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്, പ്രദേശങ്ങളിൽ ഒന്നാണ് സതീശ പ്രതിനിധാനം ചെയ്യുന്ന പറവൂർ നിയോജക മണ്ഡലം. 100 കണക്കിന് ഏറെയും സ്ഥലങ്ങൾ, ചാലക്കുടിയും അതുപോലെ തന്നെ തിരുവല്ലയും റാന്നിയും അങ്ങനെ പല സ്ഥലങ്ങളും ധാരാളം കെടുതികൾ അനുഭവിച്ച ഒട്ടേറെ സ്ഥലങ്ങളുണ്ടെങ്കിലും ആ ഏത് സ്ഥലങ്ങളെക്കാൾ കൂടുതൽ കെടുതി അനുഭവിക്കുകയും അതിന്റെ എത്രയോ മടങ്ങ് ആളുകൾ ഒറ്റയടിക്ക് ഭവനരഹിതരാകുകയും ജീവിതോപാധികളും എല്ലാം നഷ്ടപ്പെട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിപ്പോയ നമ്മൾ പറയുമല്ലോ, ഇത്തിരി സാഹിത്യ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു ആത്മഹത്യക്കും കൊലപാതകത്തിനും ഇടയിൽ ഒരു ആർത്തനാദം പോലുള്ള ഒരു അവസ്ഥയിലായിരുന്നു ആ മനുഷ്യര്. അത്രത്തോളം നിസ്സഹായരായി പോയ മനുഷ്യരെ എങ്ങനെ സഹായിക്കാൻ കഴിയും? സർക്കാർ മാത്രം വിചാരിച്ചാൽ കഴിയാത്തൊരു കാലമാണ്. കേന്ദ്ര സർക്കാർ വെച്ച ചില നിബന്ധനകൾ മൂലം ഫോറിൻ ഫണ്ട് പോലും സ്വീകരിക്കാൻ വയ്യാത്ത അവസ്ഥ വരുന്നു. ഇത്തരം ഒരു ഘട്ടത്തിൽ VD സതീശൻ എന്ന് പറയുന്ന ഒരു MLA ആ പറവൂരിലെ ജനങ്ങളെ സഹായിക്കാൻ വിദേശത്ത് പോയി ഇത്തിരി ഫണ്ട് അല്ലെങ്കിൽ നിങ്ങളെല്ലാം സഹായിക്കണം എന്ന് പറഞ്ഞ് അവർ സഹായിക്കാൻ തയ്യാറായി. ആ ഫണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി വരുന്നു. അത് VD സതീശന്റെ അക്കൗണ്ടിലേക്കല്ല വരുന്നത്. സ്മൃതി കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന FCRI ആക്ട് പ്രകാരം ആ ഫണ്ട് കൈകാര്യം ചെയ്യാൻ അവകാശമുള്ള ഒരു ഏജൻസിയുടെ അല്ലെങ്കിൽ ഒരു സന്നദ്ധ സംഘടനയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ആ അക്കൗണ്ട് ഉപയോഗിച്ച് അവർ ഏതാണ്ട് നേരത്തെ ജിൻഡോ പറഞ്ഞതുപോലെ ആ കണക്കുകൾ പറഞ്ഞു, അത്രയധികം വീടുകൾ, 200-ലധികം വീടുകളും ഫ്ളാറ്റുകളും, എത്രയോ കുട്ടികൾക്ക് കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകളൊക്കെ കൊടുത്ത് തകർന്നു പോയൊരു നിയോജക മണ്ഡലത്തിലെ തകർന്ന ജീവിതങ്ങൾക്ക് സാന്ത്വനം മാത്രമല്ല അവിടെ കൊടുത്തത് ഒരു ഊന്നുവടിയാണ്. അവർക്കൊരു ജീവിതമാണ് തിരിച്ചു കൊടുത്തത്. അങ്ങനെ ഒരു നടപടി എടുത്ത ഒരാളെ അഭിനന്ദിക്കല്ലേ സത്യത്തിൽ വേണ്ടത്. അതിനു പകരം സാങ്കേതികതയിൽ കുരുക്കി ആ മനുഷ്യനെ ഈ നിയമത്തിന്റെ കുരുക്കിൽ അകപ്പെടുത്തി അങ്ങേരെ തേജോവധം ചെയ്യുന്ന ഒരു ശ്രമം ഭാവിയിൽ ആരെങ്കിലും ഒരു MLA ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കൂ? പണ്ട് VD സതീശൻ ചെയ്ത അദ്ദേഹത്തിന് കിട്ടിയത് കണ്ടല്ലോ എന്നല്ലേ ചിന്തിക്കുള്ളൂ. അപ്പൊ ഇതാണോ കേരളം കാണിക്കേണ്ട ഒരു മര്യാദ? ഇതാണോ ഈ ജെയ്സൺ പാനിക്കുളങ്ങരയെ പോലുള്ളവർ അനാവശ്യമായ സാങ്കേതികത്വം ഉന്നയിച്ച് ഒരു സമൂഹത്തിന് പൊതുവിൽ കിട്ടുന്നൊരിത് അതിൽ നിന്ന് കൈയിട്ട് വാരാതെ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഒരു നേട്ടവും ഉണ്ടാക്കാത്ത ഘട്ടത്തിൽ പോലും എങ്ങനെ അതൊരു കുരുക്കാക്കി മാറ്റി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അപകടത്തിൽപ്പെടുത്താം എന്ന് അന്ന് മുതൽ തുടങ്ങിയതാണ്. ഇപ്പൊ ഇതാ സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ വിളിമ്പിൽ നിൽക്കുമ്പോൾ വീണ്ടും അതേ സാധനം കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ്. അതായത് വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശയുണ്ട് CBI അന്വേഷണത്തിന്. നേരത്തെ സ്മൃതി കൃത്യമായി പറഞ്ഞു, വിജിലൻസിന്റെ ആ കണ്ടെത്തലും നിർദ്ദേശം എന്താണ്? അതായത് ഈ മനുഷ്യനിൽ, പണ്ട് പീലാത്തോസ് പറഞ്ഞ പോലെയാണ്, ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണാൻ എനിക്ക് കഴിയുന്നില്ല എന്നാണ് വിജിലൻസ് ഡയറക്ടറുടെ കത്ത്.
ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ഈ പണം സ്വന്തം കാര്യത്തിലേക്ക്, സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങിയതായും അത് ഉപയോഗിച്ച് ഭൂമി വാങ്ങിയതായിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ പണം മാൽ പ്രാക്ടീസ് ചെയ്ത് സ്വന്തം കസ്റ്റഡി പോക്കറ്റിലാക്കി സ്വന്തം ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ നേട്ടം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു എന്ന് ഒരു ആരോപണവും ഇല്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതായിട്ട് കാണുന്നില്ല. ക്ലീൻ ചിറ്റല്ലേ കൊടുത്തിരിക്കുന്നത്. മനോജ് എബ്രഹാമിനെ പോലെയൊക്കെയുള്ള ഒരു വിജിലൻസ് ഡയറക്ടർ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സമയത്ത് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ, അതിനകത്തൊരു ആരോപണം ഉണ്ടെങ്കിൽ, പഴുതുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഉറപ്പാണല്ലോ. എന്നിട്ടും മനോജ് എബ്രഹാം പറയുന്നു ഞാനൊന്നും കാണുന്നില്ല, ഞങ്ങൾ ആരും അന്വേഷിച്ചിട്ട് ഒന്നല്ല 2 തവണയാണ് അന്വേഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഡിയും ഒരു ഘട്ടത്തിൽ വന്നു, നിയമസഭയിൽ ചോദ്യോത്തരങ്ങളായിട്ട് പലവട്ടം വന്നു. അപ്പോഴെല്ലാം വി.ഡി. സതീശൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. ഇന്നും അദ്ദേഹം പറയുന്നത് എന്താ, നിങ്ങൾ അന്വേഷിച്ചോളൂ, CBI അല്ല, ED അല്ല, ഇനി ഇന്റർപോൾ വന്നാലും പ്രശ്നമില്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്, ഈ പണം അദ്ദേഹം വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അത് അവിടുത്തെ ആ മണ്ഡലത്തിലെ മനുഷ്യർക്ക് വേണ്ടി, ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഒരു ജീവിതം, ഒരു പുതുജീവിതം കൊടുക്കാൻ ഈ പുനർജനി എന്നുള്ള പദ്ധതിയുടെ ആ പേര് തന്നെ ദ്യോതിപ്പിക്കുന്നുണ്ടല്ലോ കൃത്യമായിട്ട്. ഒരു പുനർജീവിതമാണ് കൊടുക്കുന്നത്. ഇപ്പോ ഈ വിഷയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുനർജനിച്ചുകൊണ്ടിരിക്കും. നേരത്തെ സ്മൃതി പറഞ്ഞ പോലെ അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ന് പൊട്ടി വീണതെന്ന് ആലോചിച്ച് നോക്കുക. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് കോൺഗ്രസിന്റെ സുപ്രധാന യോഗം, ചിന്തൻ ശിബിരം പോലെയുള്ള കോൺഗ്രസ് ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പോകുന്നു എന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്ന കോൺഗ്രസിന്റെ സമുന്നത നേതാക്കള്, സംസ്ഥാനത്തെ നേതാക്കളും AICC ഭാരവാഹികളും ഒക്കെ പങ്കെടുക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു യോഗം നടക്കുന്ന അന്ന് രാവിലെ ആ യോഗത്തിന്റെ പതാക ഉയർത്താൻ മിനിറ്റുകളോ മണിക്കൂറുകളോ പോലും അവശേഷിക്കുന്നില്ലാത്തൊരു ഘട്ടത്തിലാണ് ഈ സാധനം പെട്ടെന്ന് പൊട്ടി വീഴുന്നത്. എവിടുന്നാ വരുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നായിരിക്കാം ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്താ? അങ്ങനെ നല്ല മനസ്സോടെ, തെളിഞ്ഞ മനസ്സോടെ, അല്ലെങ്കിൽ സന്തോഷത്തോടെ അവർ ആ മീറ്റിംഗ് നടത്തണ്ട, ഒന്ന് പേടിച്ചോട്ടെ, ഒന്ന് വിരളട്ടെ. ആ ഒരു വിരട്ട് തന്ത്രം പോലെയാണ് ഇന്നത് കാണുന്നത്. സത്യത്തിൽ ഇത് പറഞ്ഞല്ലോ, നമ്മൾ കണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് കുറ്റം, നേരത്തെ ഹസ്കർ പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാനും യോജിക്കുകയാണ്. മുമ്പ് ഈ ലാവ്ലിൻ വിഷയത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇതുപോലെ ഒരു CBI അന്വേഷണത്തിന് ന്യായമൊക്കെ പറയാമെങ്കിലും അത് അത്ര സ്വാഗതാർഹമായ, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അതിനെ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിന്റെ ഇരട്ടി ശക്തിയിലാണല്ലോ പിന്നീട് ശ്രീ പിണറായി വിജയൻ സർക്കാർ ഈ ഉമ്മൻചാണ്ടിക്കെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചത്. അങ്ങനെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അടി, തിരിച്ചടി, പ്രതികാരം ഈ രീതിയിൽ ഈ CBI അന്വേഷണത്തെ ഉപയോഗിക്കുന്നത് വലിയ ഒരു വല്ലാത്ത മോശപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷം ഈ പറഞ്ഞ രീതിയിൽ എന്നും ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ എതിർക്കുന്നു. CBI അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ തന്നെ ചില നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. എന്നിട്ടും ഇപ്പൊ ഏറ്റവും അവസാനം ഈ വി.ഡി. സതീശനെ കുരുക്കാൻ വിജിലൻസ് ഡയറക്ടറുടെ ഒരു ശുപാർശയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോയാൽ വല്ലാത്ത, ഹസ്കർ പറഞ്ഞതുപോലെ അവർ ഇതുവരെ ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങൾക്കും, രാഷ്ട്രീയ കാഴ്ചപ്പാട്, നയങ്ങൾക്കും നിലപാടുകൾക്കും കടകവിരുദ്ധമാണ് അതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഈ ഓലപ്പാമ്പ് കണ്ട് കോൺഗ്രസ് ഭയപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.